ആ ശിവരാത്രിക്ക് ഒരു 7 ദിവസം മുമ്പേ നിങ്ങൾ വെജിറ്റേറിയൻ ആവണം, എല്ലാം ഒഴിവാക്കണം. 7 ദിവസം മുമ്പ് നൊയമ്പ് പാലിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിക്കാം, ഒരിക്കലൊന്നും എടുക്കണം എന്നല്ല. 7 ദിവസം മുമ്പ് വെജിറ്റേറിയൻ മാത്രമാകൂ. ആ പുണ്യദിനത്തെ വരവേൽക്കാൻ ആ മഹാത്മാവ് 7 തലമുറയായി നമ്മൾ കഷ്ടപ്പെടുന്ന സങ്കടങ്ങൾ എന്തെങ്കിലും 7 തലമുറയ്ക്ക് സങ്കടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അത് ആചാര ആരാധനാ ബന്ധങ്ങൾ കൊണ്ടാണേലും വാസ്തുദോഷങ്ങൾ കൊണ്ടായാലും എന്ത് തന്നെയായാലും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റിയ ഒരു ദിനമാണ് ശിവരാത്രി. ശിവരാത്രിയുടെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട്, ശിവരാത്രിയുടെ ആ കർമ്മഫലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകം മുഴുവൻ രക്ഷിക്കാൻ മഹാദേവൻ കാണിച്ച ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട്, ആ മഹാദേവനെ ഓർത്തുകൊണ്ട്, ആ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ 24 മണിക്കൂർ മഹാദേവന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ 7 തലമുറകളായി നിങ്ങൾക്കും നിങ്ങളുടെ പരമ്പരയ്ക്കും കിട്ടാവുന്ന എല്ലാ സുഖവും സമൃദ്ധിയും ഭൗതിക സുഖങ്ങളുമാണ്. എല്ലാ ഐശ്വര്യവും എല്ലാ നന്മയും എല്ലാ ശ്രേഷ്ഠതയുമാണ് ലഭിക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? ഒരു ശിവരാത്രി നൊയമ്പ് കൊണ്ടും ആ 24 മണിക്കൂർ ആ ഭഗവാന്റെ ഉപവസിക്കുക, കൂടെ വസിക്കുക, ഉപവാസം ചെയ്യുക, കൂടെ ഇരിക്കുക. അത് മാത്രം മതി. സ്മരണം കൊണ്ട് ഭഗവാനെ ഓർക്കാം, വാചികം ജപിച്ചുകൊണ്ട് ഓർക്കാം, പൂജകളിൽ പങ്കെടുത്താം. എങ്ങനെയായാലും ആ ഭഗവാനെ അന്നത്തെ ദിവസം പൂർണ്ണമായി ഭഗവാന്റെ കൂടെ ഉണ്ടായാൽ, ഭഗവാന്റെ കൂടെ നിന്നാൽ ജീവിതാവസാനം വരെയുള്ള ഭഗവാൻ കൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്കാണ്. ഒന്നല്ല നമ്മുടെ ജാതകദോഷം, അതല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ശാപതാപങ്ങൾ, അതാണല്ലോ നമ്മളെ പലപ്പോഴും മുന്നോട്ട് നയിക്കാൻ പറ്റാതെ പിടിച്ചു നിർത്തണേ. എവിടെയൊക്കെയോ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളാണ് വിധികൾ എന്ന് പറഞ്ഞ് നമ്മൾ തട്ടി നീക്കുന്ന സംഭവ്യങ്ങളായ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പല നന്മകളെയും തടഞ്ഞു നിർത്തി ദുരിതത്തിലേക്ക് നമുക്ക് വഴിമാറ്റി വിടുന്നത്. അവിടെ നമുക്ക് വേണ്ടത് എന്താ? ആ വിധിയെ മാറ്റിമറിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. ആ വിധിയെ മാറ്റിമറിക്കാൻ പറ്റിയ ജപാദികളാണ്. ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, ഈശ്വരനെ പറ്റുള്ളൂ. ആ ഈശ്വര സേവയ്ക്ക് ഏറ്റവും നല്ല ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി ഉപാസന കൊണ്ട് മാത്രം, ശിവരാത്രിയിലെ നാമജപാദികൾ കൊണ്ട് മാത്രം, ശിവരാത്രിയിലെ ഭഗവത് സമർപ്പണം കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളാണ്. നിസ്സാരമൊന്നുമല്ല. ഒരിക്കലും ഒരു മനുഷ്യായുസ് കിട്ടാൻ പറ്റാത്ത അത്രയ്ക്ക് ഗുണമാണ്. 1000 പ്രദോഷം നിൽക്കുന്നതിന് തുല്യമാണ് ഒരു ശിവരാത്രി. അത്രയ്ക്ക് പവറാ, അത്രയ്ക്ക് ഗംഭീര.